നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടെ കടന്നു വന്ന ബാക്കി 5 പേരിൽ ബാക്കി എല്ലാവരും തന്നെ പോയി. അതിലിപ്പോഴും നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സാബു മോനാണ്. സാബു മോന് ഇതുവരെ അവിടെ ഗെയിം കളിക്കുന്നില്ല. സാബു മോൻ എല്ലാ എലിമിനേഷനിലും ലാലേട്ടൻ വരുന്ന എലിമിനേഷനിലും സാബു മോൻ ഔട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ എന്താ പറയുക അവിടെയുള്ള കണ്ടസ്റ്റൻറ്റും. കൂടാതെ പുറത്തുള്ള PR വർക്ക് ഇല്ലാത്ത നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കാണുമല്ലോ, അവരെല്ലാവരും കരുതുന്നത് സാബു മോൻ പോകുമെന്ന് തന്നെയാണ്. പക്ഷേ അതിനെക്കാട്ടിൽ നന്നായി കളിച്ചവരൊക്കെ തന്നെ അവിടെ നിന്ന് ഔട്ടായിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇതാ ലൈവിൽ നടന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് സാബു മോൻ്റെ നാരദൻ കളിയെക്കുറിച്ചാണ് അവിടെ സംസാരമുണ്ടായത്. അതായത് ഇങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. അനുമോള്, നെവിന്, അനീഷ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. സാബു മോന്, പിന്നെ അക്ബർ, അങ്ങനെ കുറേ പേര് അവിടെ ഇരിപ്പുണ്ട്. ആ സമയത്ത് നെവിൻ പറയുകയാണ്, സാബു മോൻ അനുമോളെക്കുറിച്ചും അനീഷിനെക്കുറിച്ചുമാണ് എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം അവിടെ പറയുകയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ അനുമോൾ പറയും, ഇതൊക്കെ എനിക്കറിയാം, ഇവനാണെങ്കിൽ ഇവനൊരു ഫേക്കാണെന്നൊക്കെ പറയും. ഇവനാണെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ അഭിനയിക്കുകയാണ് ചെയ്യുന്നതെന്നൊക്കെ അനുമോളോടെ പറയണം. അപ്പോൾ എന്താണ് പറയുന്നത്, സാബു മോൻ പറയാനില്ല, നീ അതൊന്നും വിശ്വസിക്കരുത്, ഞാൻ സത്യം ചെയ്യുന്നു, എന്താ പറയുന്നത്, ഈ ബിഗ് ബോസ് ആണ് സത്യം, അതാണ് സത്യം, ഇതാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് സാബു മോൻ അവിടെ നല്ല പിള്ളയാവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അവിടെ നടക്കുന്നില്ല. മിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് സാബു മോൻ എന്താണ് അവിടെ കാണിക്കുന്നതെന്ന്. കാരണം മറ്റുള്ളവരുടെ കാര്യം എന്തായാലും ഈ പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട്, ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ വോട്ട് റീച്ച് ആവുന്നത് അനുമോളും അനീഷുമാണ്. അതുകൊണ്ട് തന്നെ സാബു മോൻ എപ്പോഴും അവരെ ടാർഗറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എപ്പോഴും മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ ഡീഗ്രേഡ് ചെയ്യാനാണ് സാബു മോൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ തന്നെ പറയും, എന്ത് ചെയ്യാനാണ് ലാലേട്ട, ഹഹ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയല്ലേ ഗെയിം കളിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ന്യൂട്രലാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ സാബു മോൻ നിൽക്കുന്നത്. പിന്നെ തോന്നുന്നത് PR വർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ സാബു മോന് നല്ല PR വർക്കുണ്ട്. കാരണം എന്നേ പോകേണ്ട മറ്റുള്ള ലക്ഷ്മിയെക്കാട്ടിലൊക്കെ പോകേണ്ട സാബു മോൻ പോയിട്ടില്ല. ഇനി സാബു മോൻ തന്നെ വിജയിക്കുമെന്നൊന്നും അറിയത്തില്ല. എനിവേസ് എന്തുവായാലും ഇപ്പോഴും സാബു മോനുണ്ട്. അപ്പോൾ സാബു മോൻ്റെ ഒരു ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയാം. അങ്ങനെ തന്നെയാണോ എൻ്റെ കറക്റ്റ് മീനിങ് അറിയത്തില്ല. എന്നാലും ഞാൻ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു നാരദൻ വേർഷനാണെന്നാണ് അവിടെ നെവിൻ പറയുന്നത്. എന്നിരുന്നാലും അതിനെ പാടെ അവഗണിക്കുകയാണ് അവിടെ സാബു മോൻ ചെയ്യുന്നത്. അപ്പോൾ നെവിൻ പറയുകയുണ്ടായി, ഇന്നലെ തന്നെ അല്ലേടാ നീ എന്നോട് ഇത് സംസാരിച്ചതെന്നൊക്കെ. പക്ഷേ എല്ലാം സത്യം ചെയ്തിട്ട് സാബു മോൻ പറയുന്നത് അങ്ങനെയല്ല എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട്, ഇതെല്ലാം എനിക്കറിയാം, പിന്നെ നീ പറഞ്ഞത് കൊണ്ട്, നെവിൻ പറഞ്ഞത് കൊണ്ടും ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും നീ എന്നോട് എൻ്റെ ദേഹത്ത് ബെഡിലും വെള്ളം ഒഴിച്ചതും എന്നെ വൃത്തികെട്ടവളെന്ന് വിളിച്ചതും ഞാൻ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാൽ പോലും മറക്കില്ല എന്നൊക്കെയാണ് അനുമോളോടെ പറയുന്നത്. എന്നിരുന്നാലും അനുമോൾക്ക് നെവിനോടുള്ള ഒരു നീരസം മാറിയിട്ടില്ലെന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. പിന്നെ നെവിൻ നമ്മൾ എത്രത്തോളം കുറ്റം പറഞ്ഞാലും ഇന്നലെ പണപ്പെട്ടി ടാസ്കിലായാലും എന്നിലായാലും ഒരു ഗെയിം ചേഞ്ചറായിട്ട് വരുന്നത് നെവിൻ തന്നെയാണ്. എനിവേസ് നമുക്ക് നോക്കാം, എന്താ പറയുക, ഇപ്പോൾ ആരെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെയാണ്. ഇപ്പോൾ കോമണറായ അനീഷ് നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലല്ലോ ബിഗ് ബോസ് സീസൺ 7 നടന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.